എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയോടുകൂടി ഉണ്ടാക്കിയെടുത്ത ചെറുപയർ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഈ ചെറുപയർ കറി ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും അപ്പത്തിനുമൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് റെസിപ്പി ഒന്ന് കാണാം. ചെറുപയർ കറി വെക്കുന്നതിന് ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വരാം. നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ വെള്ളമൊഴിച്ച് കുതിർത്ത് ചെറുപയർ വെച്ചിട്ട് നമുക്ക് കറി വെക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് കഴുകിയെടുത്ത് ചെറുപയർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് വേകാനായിട്ട് ഏകദേശം ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കാര്യം കറി വെക്കുമ്പോൾ നമുക്ക് പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ 4 കപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ പ്രഷർ കുക്കർ അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിലായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമുക്ക് ഈ പയറൊന്ന് നോക്കാം. ഈ പരുവത്തിൽ വെന്ത് കിട്ടണം. ഒത്തിരി വെന്തും പോകരുത്. കറക്റ്റ് പരുവമാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ 4 കപ്പ് വെള്ളം ഒഴിച്ചെങ്കിലും വെള്ളം വീണ്ടും ചേർക്കേണ്ടി വരും. ചെറുപയർ കറി വെക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി അല്ലി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത് കൂടുതൽ നല്ലത്. ഞാൻ ഒരു 10 ചുവന്നുള്ളി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ചെറുപയറിന് നല്ല രുചിയായിരിക്കും കറിവേപ്പില കൂടിയാലും. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ചെറുജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതാണ് നല്ലതും. ഇത്രയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർക്കാം. ഒത്തിരി ഒന്നുമില്ല. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. ഇതിലേക്കൊരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് വേകാനായിട്ട് ഞാൻ വേറെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആ ടൊമാറ്റോ വേകുന്നിടം വരെ ഈ പാൻ ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് നോക്കാം. ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. അരപ്പെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുപയർ വെന്തതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്. കറി രുചിയേ പോകും. ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചും വെച്ചിരിക്കുകയാണ്. ഈ അരപ്പെല്ലാം ഈ ചെറുപയറിലൊക്കെ ഒന്ന് പിടിക്കണം. ചെറുതീയിൽ നമുക്കൊരു 8-10 മിനിറ്റ് ഒന്ന് വേവിക്കാനിടാം. നമുക്ക് കറി ഒന്ന് നോക്കാം. കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചെറുപയർ കറിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങയൊന്നുമില്ലാതെ നല്ലൊരു ചെറുപയർ കറി റെഡി ആയിരിക്കുകയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. ഇതുപോലുള്ള റെസിപ്പികൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം.